ഷാനവാസുമായുള്ള റിലേഷൻ ശരിക്കും ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ആദിലയ്ക്കും നൂറയ്ക്കും. ഇനി എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക് എന്നാണ് ആദില നൂറയോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇനി എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും നീ അതിൽ ഇടപെടാൻ വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുമോളെ പോലെയല്ല ഷാനവാസ്ക. അനുമോൾ എന്തു പറഞ്ഞാലും ചെയ്താലും എനിക്ക് അതൊരു ബേർഡനായി തോന്നാറില്ല. എന്നാൽ ഷാനവാസ്ക അങ്ങനെയല്ല. ഷാനവാസ്ക ഒരു മെയിൽ ഷോവനിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആങ്ങളെയും പെങ്ങളും ഒന്നും കളിക്കാൻ വേണ്ടി വന്നതല്ല. ഇന്ന് ലാലേട്ടൻ പറഞ്ഞതുപോലും കണ്ടില്ലേ, ടാസ്കിനിടയിൽ എന്നെ അടിച്ചതിൽ പോലും എനിക്ക് നന്നായി പ്രതികരിക്കാൻ പറ്റാഞ്ഞതുപോലും ഷാനവാസ്കയുമായുള്ള റിലേഷൻ തന്നെയാണ്. അത് എന്നെ അവിടെ കടിച്ചു പിടിച്ച് നിർത്തുകയാണ്. നമ്മളിവിടെ വന്നത് ഗെയിം കളിക്കുവാനാണ്, അല്ലാതെ റിലേഷൻഷിപ്പ് സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ എല്ലാം പുറത്തുനിന്ന് മാത്രം മതി. നമ്മൾ ഇത്രയും നാൾ ഇവിടെ നിന്നില്ലേ, ഇനി എത്ര നാൾ ഇവിടെ നിൽക്കുമെന്നറിയില്ല. നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് നന്നായി തന്നെ നിൽക്കാം. ആര് ഇവിടെ നിന്ന് ഔട്ടായി പോയാലും വളരെ ധൈര്യപൂർവ്വം എല്ലാം ഏറ്റെടുക്കണം. ഇനി എൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നോട് തടസ്സം പറയരുത് എന്നാണ് നൂറയോട് ആദില പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഷാനവാസിൻ്റെ റിലേഷൻഷിപ്പ് കാരണം ആദിലയ്ക്കും നൂറയ്ക്കും പല കാര്യങ്ങൾ മുഖത്തു നോക്കി പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരണമെന്നാണ് ഇപ്പോൾ ആദിലയും നൂറയും ആഗ്രഹിക്കുന്നത്. ഇനി എന്താകുമെന്ന് കണ്ടറിയാം. ആങ്ങളൂട്ടിയും പെങ്ങളുട്ടിയുമുള്ള കളിയെല്ലാം ഇനിയിപ്പോൾ ശത്രുക്കളായി മാറുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.